CMRL എക്സാലോജിക് ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം CBIക്ക് വിടണമെന്നാണ് പൊതു താൽപര്യ ഹർജിയിലെ ആവശ്യം. അതിനിടെ SFIO റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് CMRL കോടതിയിൽ അപേക്ഷ നൽകി. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, SFIO കേസിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് CMRL കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. CMRLന്റെ നിയമ നീക്കങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട്? മാത്രമല്ല, ഈ പൊതു താൽപര്യ ഹർജിയുടെ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയുടെ വിശദാംശങ്ങൾ കൂടി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകാൻ ചേർന്നത്. ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. അതിനിടെയാണ് SFIO റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് CMRL കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. നവമി, തുടരാം. ആര്യ, ഈ കുറ്റപത്രം SFIO കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ED ആവശ്യപ്പെട്ടിരുന്നു. EDക്ക് പകർപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ CMRL അഭിഭാഷകൻ കൂടി ഈ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ പകർപ്പ് ലഭിച്ചതിന് ശേഷം കുറ്റപത്രം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുവാനാണ് CMRLന്റെ തീരുമാനം. ആ ഒരു സാഹചര്യത്തിൽ കൂടി ആ ഒരു അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഈ മാസപ്പടി കേസ്, ഈ സാമ്പത്തിക ഇടപാട് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകനും പറവൂർ സ്വദേശിയായ MR അജയൻ ഒരു പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഇതിൽ ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ CBIക്ക് ഇത് അന്വേഷണം വിടണം, ഇതിൽ കൃത്യമായി മുഖ്യമന്ത്രിക്ക് അടക്കം പങ്കുണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, മുഖ്യമന്ത്രിക്കുള്ള പങ്ക് അത് പുറത്തു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. CMRL എക്സാലോജിക്ക് ശശിധരൻ കർത്ത, CMRL ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ടാണ്, എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ ഹർജി ഇന്ന് എന്തായാലും കോടതി 10 മണിയോടുകൂടി തന്നെ പരിഗണിക്കുകയും ചെയ്യും. ആര്യ, ശരി.